നമസ്കാരം പ്രിയ സഹോദരീ സഹോദരന്മാരെ. നിങ്ങൾ ഈ നിമിഷം ഇവിടെ എത്തിയത് യാദൃച്ഛികമല്ല. ഇതൊരു ദിവ്യമായ ക്ഷണമാണ്. നിങ്ങളുടെ ഉള്ളിൽ മറഞ്ഞുകിടക്കുന്ന അമൂല്യനിധിയെ കണ്ടെത്താനുള്ള ക്ഷണം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായ എന്നാൽ വിസ്മരിക്കപ്പെട്ട ഒരു സത്യത്തെക്കുറിച്ചാണ്. ദയവായി ഒരു നിമിഷം സ്വയം ചോദിക്കുക, ഞാൻ ആരാണ്? നിങ്ങൾ പറഞ്ഞേക്കാം, എനിക്കൊരു പേരുണ്ട്, ജോലിയുണ്ട്, കുടുംബമുണ്ട്, സ്വപ്നങ്ങളും പരാജയങ്ങളുമുണ്ട്. എന്നാൽ ഇതെല്ലാം ജീവിതത്തിന്റെ ഉപരിതലവും നിങ്ങൾ ധരിച്ചിരിക്കുന്ന വേഷങ്ങളുമാണ്. ഈ വേഷങ്ങൾക്കും ശരീരത്തിനും മനസ്സിനും അഹങ്കാരത്തിനും പിന്നിൽ നിങ്ങൾ മറ്റൊന്നാണ്. നിങ്ങൾ ഊർജമാണ്, പ്രാണനാണ്, ഈ പ്രപഞ്ചത്തിന്റെ ഹൃദയമിടിപ്പാണ്. ഈ സത്യം യഥാർത്ഥമായി മനസ്സിലാക്കി അനുഭവിച്ചാൽ രോഗം, ക്ഷീണം, മാനസിക സംഘർഷം, നിരാശ, ഭയം, ദുഃഖം എന്നിവയെല്ലാം അപ്രത്യക്ഷമാകാൻ തുടങ്ങും. ഇവയെല്ലാം ഉണ്ടാകുന്നത് നിങ്ങളുടെ യഥാർത്ഥ സ്വത്വത്തെക്കുറിച്ചുള്ള അജ്ഞതയിൽ നിന്നാണ്. നിങ്ങൾ സ്വയം ഒരു ശരീരമായി തെറ്റിദ്ധരിച്ചിരിക്കുന്നു, മനസ്സായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു. സത്യത്തിൽ നിങ്ങൾ ഈ ശരീരത്തിൽ താമസിക്കുന്ന അതിഥിയല്ല, ശരീരത്തെ പ്രകാശിപ്പിക്കുന്ന പ്രകാശമാണ്. നിങ്ങൾ മനസ്സിനെ ചലിപ്പിക്കുന്ന ചൈതന്യമാണ്. ഇത് വെറും തത്വചിന്തയല്ല, ശാസ്ത്രീയ സത്യമാണ്. നിങ്ങളുടെ ശരീരം കോടാനുകോടി കോശങ്ങളാൽ നിർമ്മിതമാണ്. ഓരോ കോശവും ഓരോ നിമിഷവും ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നു. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ മിക്കവാറും എല്ലാ കോശങ്ങളും പുതിയവയാൽ പ്രതിസ്ഥാപിക്കപ്പെടും. എന്നിട്ടും നിങ്ങളുടെ ഓർമ്മകളും വ്യക്തിത്വവും ബോധവും നിലനിൽക്കുന്നു. എങ്ങനെ സാധ്യമാകുന്നു? കാരണം നിങ്ങൾ ഈ കോശങ്ങളല്ല, അവയെ സംഘടിപ്പിക്കുകയും ചലിപ്പിക്കുകയും ചെയ്യുന്ന ഊർജ്ജമണ്ഡലമാണ്. സംസ്കൃതത്തിൽ പ്രാണൻ എന്നാൽ മൗലികമായ ജീവശക്തി എന്നാണ്. പ്രപഞ്ചത്തിലെ എല്ലാ ചലനത്തിനും പിന്നിലുള്ള ശക്തിയാണിത്. ഇല അനങ്ങുന്നതും പക്ഷി പറക്കുന്നതും നക്ഷത്രം ജ്വലിക്കുന്നതും ഹൃദയം മിടിക്കുന്നതുമെല്ലാം പ്രാണന്റെ പ്രകടനങ്ങളാണ്. ഒരു സിനിമ കാണുമ്പോൾ സ്ക്രീനിലെ ചിത്രങ്ങൾ യഥാർത്ഥമെന്ന് തോന്നി നിങ്ങൾ ചിരിക്കുകയും കരയുകയും ചെയ്യുന്നു. എന്നാൽ അവയെല്ലാം പ്രകാശത്തിന്റെ കളികളാണെന്നും ചിത്രങ്ങൾ വരികയും പോകുകയും ചെയ്യുമ്പോഴും സ്ക്രീൻ നിലനിൽക്കുന്നുണ്ടെന്നും നിങ്ങൾക്കറിയാം. അതുപോലെ ജീവിതാനുഭവങ്ങളെല്ലാം വന്നുപോകുന്ന ചിത്രങ്ങളാണ്. അവയെ അറിയുന്ന ബോധമെന്ന സ്ക്രീനാണ് നിങ്ങൾ. ആ ബോധം പ്രാണന്റെ ഉറവിടവും നിങ്ങളുടെ യഥാർത്ഥ സ്വത്വവുമാണ്. ഈ അറിവ് വെറും ബൗദ്ധിക ധാരണയായാൽ പോരാ, അത് ജീവിതത്തിൽ പ്രയോഗിക്കണം. ആധുനിക ജീവിത രീതി നമ്മെ യഥാർത്ഥ സ്വത്വത്തിൽ നിന്ന് അകറ്റിയിരിക്കുന്നു. ഭക്ഷണത്തിനും വിനോദത്തിനും താൽക്കാലിക ആനന്ദങ്ങൾക്കുമായി ജീവിക്കുന്നു. പക്ഷേ യഥാർത്ഥ ജീവനു വേണ്ടി ജീവിക്കാൻ മറന്നു. മനുഷ്യ ചരിത്രത്തിൽ ഇത്രയധികം ഭക്ഷണം ലഭ്യമായ കാലമുണ്ടായിട്ടില്ല. എന്നിട്ടും മനുഷ്യർ ഇത്ര ക്ഷീണിതരും രോഗികളും സംഘർഷഭരിതരുമായിട്ടില്ല. കാരണം യഥാർത്ഥ ഊർജം ഭക്ഷണത്തിൽ നിന്നല്ല വരുന്നത്. ഭക്ഷണം ഊർജത്തിന്റെ പരോക്ഷ ഉറവിടം മാത്രമാണ്. പ്രത്യക്ഷ ഉറവിടം പ്രാണനാണ്. മികച്ച ഭക്ഷണം കഴിച്ചാലും പ്രാണ ഒഴുക്ക് തടസ്സപ്പെട്ടാൽ ക്ഷീണിതനായിരിക്കും. കുറച്ചു ഭക്ഷണം കഴിച്ചാലും പ്രാണൻ ശക്തമായി ഒഴുകിയാൽ ഊർജ്ജസ്വലനായിരിക്കും. ഇതാണ് യോഗികളും ഋഷിമാരും നൂറ്റാണ്ടുകളായി പഠിപ്പിക്കുന്നത്. ഒന്നാമത്തെ കാര്യം ശ്വാസോച്ഛ്വാസമാണ്. ഭക്ഷണമില്ലാതെ ആഴ്ചകളും വെള്ളമില്ലാതെ ദിവസങ്ങളും ജീവിക്കാം. പക്ഷേ ശ്വാസമില്ലാതെ ഏതാനും മിനിറ്റുകൾ മാത്രമേ ജീവിക്കാനാകൂ. ശ്വാസം പ്രാണന്റെ പ്രധാന വാഹനമാണ്. ശ്വസിക്കുമ്പോൾ ഓക്സിജൻ മാത്രമല്ല, പ്രാണനെയും ഉള്ളിലേക്കെടുക്കുകയാണ്. അതുകൊണ്ടാണ് യോഗശാസ്ത്രത്തിൽ ശ്വാസോച്ഛ്വാസത്തിന് ഇത്ര പ്രാധാന്യം. എന്നാൽ ഇന്ന് എത്ര പേർ ശരിയായി ശ്വസിക്കുന്നു? ഭൂരിഭാഗവും ആഴം കുറഞ്ഞ ശ്വാസം മാത്രമാണ് എടുക്കുന്നത്. ശ്വാസം നെഞ്ചിന്റെ മുകൾ ഭാഗത്തൊതുങ്ങുന്നു, പൂർണ്ണമായ ശ്വാസോച്ഛ്വാസം നടക്കുന്നില്ല. ഇത് പ്രാണ ഒഴുക്ക് തടസ്സപ്പെടുത്തി സംഘർഷം, ഉത്കണ്ഠ, ക്ഷീണം എന്നിവയ്ക്ക് കാരണമാകുന്നു. ഭയത്തിലും സംഘർഷത്തിലും ശ്വാസം ആഴം കുറഞ്ഞതും വേഗത്തിലുള്ളതുമായി മാറുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിലപ്പോൾ ശ്വാസം പിടിച്ചുവെക്കുക പോലും ചെയ്യും. ഇത് ശരീരത്തിന് അടിയന്തരാവസ്ഥയുടെ സൂചന നൽകി കൂടുതൽ സംഘർഷം സൃഷ്ടിക്കുന്ന ദുഷിച്ച ചക്രമാണ്. ഇതിനെ തകർക്കാൻ ലളിതമായ മാർഗം ബോധപൂർവം ആഴത്തിൽ ശ്വസിക്കുക എന്നതാണ്. ഇത് ശരീരത്തിലേക്ക് കൂടുതൽ പ്രാണനെ ക്ഷണിക്കുകയും നാഡീവ്യവസ്ഥയെ ശാന്തമാക്കുകയും മനസ്സിനെ ശാന്തമാക്കുകയും ഊർജം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ തന്നെ പരീക്ഷിക്കൂ. സുഖമായിരുന്ന് നട്ടെല്ല് നിവർത്തുക. ദീർഘമായ, സാവധാനത്തിലുള്ള, ആഴമുള്ള ഒരു ശ്വാസമെടുക്കുക. വയർ ആദ്യം വികസിക്കട്ടെ, പിന്നെ നെഞ്ച്. ഒരു നിമിഷം പിടിച്ചുവച്ച ശേഷം വളരെ സാവധാനം പൂർണ്ണമായും ശ്വാസം പുറത്തേക്ക് വിടുക. ശരീരത്തിൽ നിന്ന് സംഘർഷം പുറത്തു പോകുന്നതായി സങ്കൽപ്പിക്കുക. 3 തവണ ആവർത്തിക്കുക. അല്പം ശാന്തതയും ഉണർവും അനുഭവപ്പെടുന്നുണ്ടോ? ഇതാണ് പ്രാണന്റെ ശക്തി. ദിവസത്തിൽ പല തവണ, പ്രത്യേകിച്ച് സംഘർഷമോ ക്ഷീണമോ തോന്നുമ്പോൾ ഈ ബോധപൂർവ ശ്വാസം ചെയ്യുക. രണ്ടാമതായി, പ്രകൃതിയുമായുള്ള ബന്ധം. ആധുനിക മനുഷ്യൻ കോൺക്രീറ്റ് കാടുകളിൽ കൃത്രിമ വെളിച്ചത്തിലും വായുവിലും ജീവിക്കുന്നു. സൂര്യപ്രകാശം കാണാതെ ദിവസങ്ങളും
ശുദ്ധവായു ശ്വസിക്കാതെ ആഴ്ചകളും നഗ്നപാദങ്ങളാൽ ഭൂമിയെ സ്പർശിക്കാതെ മാസങ്ങളും കഴിയുന്നു. ഇത് പ്രാണനെ ദുർബലപ്പെടുത്തുന്നു. പ്രകൃതിയാണ് പ്രാണന്റെ പ്രധാന ഉറവിടം. സൂര്യൻ, ശുദ്ധവായു, ഭൂമി, ജലം, വൃക്ഷങ്ങൾ, പർവ്വതങ്ങൾ എന്നിവയെല്ലാം പ്രാണനാൽ നിറഞ്ഞിരിക്കുന്നു. സൂര്യപ്രകാശത്തിൽ നിൽക്കുമ്പോൾ വെളിച്ചം മാത്രമല്ല, സൂര്യന്റെ ശക്തമായ പ്രാണനാണ് സ്വീകരിക്കുന്നത്. പ്രഭാത സൂര്യകിരണങ്ങൾ ഏറ്റവും ശക്തമായ പ്രാണവാഹകരാണ്. അതുകൊണ്ടാണ് സൂര്യനമസ്കാരത്തിന് ഇത്ര പ്രാധാന്യം. നദിയുടെയോ കടലിന്റെയോ തീരത്ത് നിൽക്കുമ്പോൾ അനുഭവപ്പെടുന്ന പ്രത്യേക ഊർജം ജലത്തിന്റെ പ്രാണനാണ്. വനത്തിൽ നടക്കുമ്പോൾ അനുഭവപ്പെടുന്ന ആഴമായ ശാന്തത വൃക്ഷങ്ങൾ പുറപ്പെടുവിക്കുന്ന പ്രാണനാണ്. വൃക്ഷങ്ങൾ പ്രാണന്റെ വലിയ സംഭരണികളാണ്. പ്രാണൻ വർദ്ധിപ്പിക്കാൻ ദിവസവും കുറച്ച് സമയം പ്രകൃതിയിൽ ചെലവഴിക്കുക. പ്രഭാതത്തിൽ സൂര്യനെ അഭിമുഖീകരിച്ച് നിൽക്കുക. പാർക്കിലോ പൂന്തോട്ടത്തിലോ നഗ്നപാതനായി നടന്ന് ഭൂമിയുടെ സ്പർശനം അനുഭവിക്കുക. വൃക്ഷങ്ങളെ ആലിംഗനം ചെയ്യുക, ഇലകളെ തൊടുക, പൂക്കളുടെ സുഗന്ധം ആസ്വദിക്കുക. ഇതെല്ലാം പ്രാണനെ പുനരുജ്ജീവിപ്പിക്കും. മൂന്നാമതായി ഭക്ഷണം. ഭക്ഷണം ഊർജത്തിന്റെ പരോക്ഷ ഉറവിടമാണെങ്കിലും അതിന്റെ ഗുണനിലവാരവും കഴിക്കുന്ന രീതിയും പ്രാണനെ വളരെയധികം ബാധിക്കുന്നു. സംസ്കരിച്ച ഭക്ഷണം, ഫാസ്റ്റ് ഫുഡ്, അമിത പഞ്ചസാര, കൃത്രിമ ചേരുവകൾ എന്നിവ ശരീരത്തിൽ നിന്ന് പ്രാണനെ ചോർത്തിക്കളയുന്നു. ഇവ ദഹിപ്പിക്കാൻ വളരെയധികം ഊർജം ആവശ്യമാണ്. പകരം വളരെ കുറച്ചു പ്രാണൻ മാത്രമേ ലഭിക്കൂ. പുതിയ പഴങ്ങൾ, പച്ചക്കറികൾ, മുളപ്പിച്ച ധാന്യങ്ങൾ, പരിപ്പുവർഗ്ഗങ്ങൾ എന്നിവ പ്രകൃതിദത്തവും ജീവനുള്ളതുമായ ഭക്ഷണങ്ങളാണ്. ഇവയിൽ ധാരാളം പ്രാണൻ അടങ്ങിയിട്ടുണ്ട്. ഭക്ഷണം എങ്ങനെ കഴിക്കുന്നു എന്നതും പ്രധാനമാണ്. ടിവിയോ മൊബൈലോ നോക്കാതെ ഭക്ഷണത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഓരോ ഉരുളയും നന്നായി ചവച്ച് രുചി, ഗന്ധം, ഘടന എന്നിവ പൂർണ്ണമായി അനുഭവിക്കുക. ഭക്ഷണത്തിനായി കൃതജ്ഞത പ്രകടിപ്പിക്കുക. ഇത് ഭക്ഷണത്തിലെ പ്രാണനെ കൂടുതൽ ഫലപ്രദമായി സ്വീകരിക്കാൻ സഹായിക്കും. വിശപ്പിന്റെ 80 മാത്രം കഴിക്കുക. അമിത ഭക്ഷണം ദഹനത്തിനായി അധിക ഊർജം ചെലവഴിപ്പിച്ച് പ്രാണനെ ചോർത്തുന്നു. രാത്രിയിൽ കനത്ത ഭക്ഷണം ഒഴിവാക്കുക. ഉറങ്ങുന്നതിന് 3 മണിക്കൂർ മുമ്പെങ്കിലും ലഘുവായ ഭക്ഷണം കഴിക്കുക. ഇടയ്ക്കിടെ ബോധപൂർവമുള്ള ഉപവാസം പ്രാണനെ വർദ്ധിപ്പിക്കും. ഉപവാസം വെറും പട്ടിണിയല്ല, പ്രാണനെക്കുറിച്ചുള്ള അവബോധത്തോടെയുള്ള സാധനയാണ്. ഉപവാസകാലത്ത് ദഹനവ്യവസ്ഥയ്ക്ക് വിശ്രമം ലഭിക്കുകയും ശരീരം വിഷാംശമില്ലാതാക്കുകയും ചെയ്യുന്നു. അപ്പോൾ ശ്വാസോച്ഛ്വാസത്തിലും ധ്യാനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പ്രകൃതിയിൽ സമയം ചെലവഴിക്കുക. ഇത് പ്രാണശരീരത്തെ ശക്തിപ്പെടുത്തും. നാലാമതായി മനസ്സും വികാരങ്ങളും. പ്രാണൻ വെറും ശാരീരിക ഊർജമല്ല, മാനസികവും വൈകാരികവുമായ ഊർജം കൂടിയാണ്. ചിന്തകളും വികാരങ്ങളും പ്രാണ ഒഴുക്കിനെ നേരിട്ട് ബാധിക്കുന്നു. ദേഷ്യം, ഉത്കണ്ഠ, സംഘർഷം എന്നിവയിൽ എത്രമാത്രം ക്ഷീണം തോന്നുന്നുവെന്നും സന്തോഷം, സ്നേഹം, ശാന്തി എന്നിവയിൽ എത്ര ഊർജം തോന്നുന്നുവെന്നും ശ്രദ്ധിച്ചിട്ടുണ്ടോ? കോപം, ഭയം, അസൂയ, വെറുപ്പ്, വിഷാദം തുടങ്ങിയ നിഷേധാത്മക വികാരങ്ങൾ പ്രാണനെ ചോർത്തി ഊർജമണ്ഡലത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു. അമിത ചിന്തയും ഒരു പ്രധാന ഘടകമാണ്. ഭൂതകാല ഖേദം, ഭാവി ഉത്കണ്ഠ, വർത്തമാന വിധിനിർണയം എന്നിവ മനസ്സിനെ അസ്വസ്ഥമാക്കി പ്രാണനെ ചിതറിക്കുന്നു. ചിന്തകളെ നിയന്ത്രിക്കാനുള്ള മാർഗമാണ് ധ്യാനം. ചിന്തകളെ അടിച്ചമർത്താതെ നദിയൊഴുക്കുപോലെ അവയെ നിരീക്ഷിക്കുക. അവയിൽ മുഴുകാതെ, പ്രതികരിക്കാതെ വെറുതെ കാണുക. ഇത് മനസ്സിനെ ശാന്തമാക്കുകയും പ്രാണൻ തടസ്സമില്ലാതെ ഒഴുകാൻ അനുവദിക്കുകയും ചെയ്യുന്നു. സ്നേഹം, കാരുണ്യം, ക്ഷമ, കൃതജ്ഞത, സന്തോഷം, സമാധാനം എന്നീ പോസിറ്റീവ് വികാരങ്ങൾ പ്രാണനെ വർദ്ധിപ്പിക്കുകയും ഊർജമണ്ഡലം വികസിപ്പിക്കുകയും ചെയ്യുന്നു. സ്നേഹിക്കുമ്പോഴും സഹായിക്കുമ്പോഴും ലഭിക്കുന്ന ഊർജം പ്രാണവർദ്ധനവാണ്. അതിനാൽ ചിന്തകളെയും വികാരങ്ങളെയും ബോധപൂർവം തിരഞ്ഞെടുക്കുക. ജീവിതത്തിലെ നല്ല കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ദിവസവും നന്ദിയുള്ള 3 കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. വിഷലിപ്തമായ ബന്ധങ്ങളിൽ നിന്നും പരിതസ്ഥിതികളിൽ നിന്നും അകലം പാലിക്കുക. പ്രചോദിപ്പിക്കുന്ന പോസിറ്റീവ് ഊർജമുള്ള ആളുകളുമായി സമയം ചെലവഴിക്കുക. അഞ്ചാമതായി ശരീരഭാവവും ചലനവും. ശരീരഭാവം പ്രാണ ഒഴുക്കിനെ ബാധിക്കുന്നു. കുനിഞ്ഞിരിക്കുമ്പോൾ നട്ടെല്ല് വളഞ്ഞ് പ്രാണ ഒഴുക്ക് തടസ്സപ്പെടുന്നു. നിവർന്ന് നട്ടെല്ല് നേരെയാക്കിയിരിക്കുമ്പോഴോ നിൽക്കുമ്പോഴോ പ്രാണൻ തടസ്സമില്ലാതെ ഒഴുകുന്നു. അതുകൊണ്ടാണ് യോഗയിലും ധ്യാനത്തിലും ശരിയായ ഇരിപ്പിന് പ്രാധാന്യം. ദൈനംദിന ജീവിതത്തിൽ ശരീരഭാവത്തെക്കുറിച്ച് ബോധവാനായിരിക്കുക. സൂര്യനമസ്കാരവും പ്രാണായാമവും പ്രാണനെ സന്തുലിതമാക്കാനും വർദ്ധിപ്പിക്കാനുമുള്ള അത്ഭുതകരമായ മാർഗങ്ങളാണ്. ദിവസവും രാവിലെ കുറച്ച് സൂര്യനമസ്കാരങ്ങൾ ചെയ്ത് ദിവസം ആരംഭിക്കുക. നാഭി ശരീരത്തിന്റെ ഊർജ്ജകേന്ദ്രമാണ്. ഗർഭപാത്രത്തിൽ നാഭിയിലൂടെയാണ് പോഷണം സ്വീകരിച്ചത്. ആ ഊർജ്ജകേന്ദ്രം ഇപ്പോഴും സജീവമാണ്. നാഭിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവിടെ നിന്ന് ശ്വസിക്കുന്നതായി സങ്കൽപ്പിക്കുക.
ഇത് പ്രാണനെ കേന്ദ്രീകരിക്കാനും ശക്തിപ്പെടുത്താനും സഹായിക്കും. നിരന്തര സംസാരവും ചലനവും പ്രവർത്തനവും പ്രാണനെ ചിതറിക്കുന്നു. ദിവസത്തിൽ കുറച്ചു സമയം പൂർണ്ണ നിശബ്ദതയിലും സ്തംഭനത്തിലും ചെലവഴിക്കുക. ബാറ്ററി ചാർജ് ചെയ്യുന്നതുപോലെ നിശ്ചലതയിൽ ഊർജം വർദ്ധിക്കുന്നു. ഇതാണ് ധ്യാനത്തിന്റെ രഹസ്യം. ഏറ്റവും പ്രധാനമായി, വർത്തമാന നിമിഷത്തിൽ ജീവിക്കുക. പ്രാണൻ ഇവിടെയും ഇപ്പോഴും മാത്രമേയുള്ളൂ. ഭൂതകാലം ഓർമ്മയും ഭാവി സങ്കല്പവും മാത്രം. മനസ്സ് ഭൂതകാലത്തിലോ ഭാവിയിലോ ആയിരിക്കുമ്പോൾ പ്രാണൻ 2 ദിശകളിലേക്ക് വലിച്ചുകീറപ്പെട്ട് ക്ഷീണം തോന്നുന്നു. ഈ നിമിഷത്തിൽ പൂർണ്ണമായി സന്നിഹിതനാകുമ്പോൾ എല്ലാ പ്രാണനും ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കപ്പെട്ട് അതിരുകളില്ലാത്ത ഊർജം അനുഭവപ്പെടുന്നു. ഇതിനുള്ള ലളിതമായ മാർഗം ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ്. ശ്വാസം എപ്പോഴും ഇവിടെയും ഇപ്പോഴും മാത്രമേയുള്ളൂ. നാസാരന്ധ്രങ്ങളിൽ വായു പ്രവേശിക്കുന്നതും പുറത്തുപോകുന്നതുമായ സംവേദനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മറ്റെല്ലാ ചിന്തകളും വിട്ടുകളയുക. ഇതാണ് ധ്യാനത്തിന്റെ ആരംഭവും പ്രാണന്റെ ഉണർത്തലും. നിങ്ങളുടെ ശരീരം ഒരു ക്ഷേത്രമാണ്. പ്രാണനാണ് അതിലെ ദൈവം. ക്ഷേത്രത്തിൽ മാലിന്യം നിറച്ചാൽ ദൈവത്തിന്റെ പ്രകാശം മങ്ങും. ശുദ്ധമായും പവിത്രമായും സൂക്ഷിച്ചാൽ പ്രകാശം പ്രകാശിക്കും. ഈ പ്രകാശമാണ് ആരോഗ്യം, സന്തോഷം, സമാധാനം, ജീവിത വിജയം. ഈ പ്രകാശം നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. പുറത്ത് അന്വേഷിക്കേണ്ടതില്ല. നിങ്ങളുടെ യഥാർത്ഥ സ്വത്വം പ്രാണമാണ്, ചൈതന്യമാണ്, ബോധമാണ്. ഈ സത്യം മനസ്സിലാക്കി അനുഭവിച്ച് ജീവിക്കുക. ഇന്നു മുതൽ ബോധപൂർവം ശ്വസിക്കാൻ ആരംഭിക്കുക. പ്രകൃതിയിൽ സമയം ചെലവഴിക്കുക. ബോധപൂർവം ഭക്ഷണം കഴിക്കുക. പോസിറ്റീവ് ചിന്തകളും വികാരങ്ങളും വളർത്തിയെടുക്കുക. ഈ നിമിഷത്തിൽ ജീവിക്കുക. നിശബ്ദതയിൽ സമയം ചെലവഴിക്കുക. ഈ ചെറിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പരിവർത്തനം വരുത്തും. ക്ഷീണിതനും രോഗിയും നിരാശനുമായതിൽ നിന്ന് ഊർജ്ജസ്വലനും ആരോഗ്യവാനും സന്തോഷവാനുമായി മാറും. ജീവിതം ഭാരമായി കാണുന്നതിൽ നിന്ന് ഉത്സവമായി ആഘോഷിക്കുന്നതിലേക്ക് മാറും. ശരീരമായി സ്വയം പരിമിതപ്പെടുത്തുന്നതിൽ നിന്ന് പ്രപഞ്ചവുമായി ബന്ധപ്പെട്ട അനന്ത ചൈതന്യമായി സ്വയം തിരിച്ചറിയുന്നതിലേക്ക് മാറും. നിങ്ങളുടെ ഉള്ളിലെ പ്രാണൻ ഉണരട്ടെ. ജീവിതം പ്രകാശപൂരിതമാകട്ടെ. നിങ്ങൾക്ക് അനന്തമായ ഊർജവും സമാധാനവും സന്തോഷവും ലഭിക്കട്ടെ. നന്ദി, നമസ്കാരം.